കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ചില ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അവർക്ക് നല്ല ഓർമ്മശക്തിയും പെട്ടെന്ന് എക്സാം എഴുതാനൊക്കെ കഴിയും. പക്ഷെ ചില കുട്ടികൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ചെയ്യേണ്ട കാര്യം, ഓരോ ദിവസവും ഒരു നിശ്ചിത സമയം പഠനത്തിന് വേണ്ടി തയ്യാറാവുക. ഒരേ സമയത്ത് എല്ലാ ദിവസവും ഒരേ സമയത്താണ് പഠിക്കുന്നതെങ്കിൽ അത് നമുക്കൊരു താളാത്മകമായ പഠനത്തിന് വഴിയൊരുക്കും. അങ്ങനെ പഠനം സുഖകരമാക്കാൻ അത് സഹായിക്കും. ഡെയിലി റുട്ടീൻ, എന്നും ഒരേ സമയത്ത് ഒരു നിശ്ചിത സമയത്ത് പഠിക്കാനിരിക്കുക. രണ്ടാമത് ചെയ്യേണ്ടത് ഒരു ലക്ഷ്യം നിർണ്ണയിക്കുക. അതായത് നമ്മൾ പഠിക്കുകയാണ്, ഏത് സമയമാവുമ്പോഴേക്ക് എവിടെ വരെ എത്തണം, ഇന്ന് എത്ര യൂണിറ്റുകൾ പഠിക്കണം എന്ന് ഒരു ലക്ഷ്യം തീരുമാനിച്ചുകൊണ്ട് പഠിക്കുക. വെറുതെ ഞാൻ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നാൽ കുറച്ച് വായിക്കുമ്പോഴേക്ക് നമുക്ക് മടുപ്പ് വരും. അങ്ങനെ ഒന്നും എവിടെയും എത്താത്തൊരവസ്ഥ വരും. എക്സാമിന് ഇനിയും സമയമുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ പോവുകയും ചെയ്യും. അതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് ഒരു ലക്ഷ്യത്തോടു കൂടി, ഇന്ന് ഞാൻ ഈ ഒരു യൂണിറ്റ് പഠിച്ചിട്ടേ ഇവിടുന്ന് എണീക്കൂ, അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു ലക്ഷ്യത്തോടു കൂടി പഠനം ആരംഭിക്കുക. പിന്നെ അടുത്തൊന്ന് പറയാനുള്ളത്, പഠിക്കാനുള്ള ഭാഗങ്ങൾ ചെറിയ ചെറിയ പോർഷനുകളാക്കി തിരിക്കുക. ഒരു വലിയ യൂണിറ്റാണ് പഠിക്കാനിരിക്കുന്നതെങ്കിലും അതിനെ 3-4 പാർട്ടുകളാക്കി വിഭജിച്ച് ഓരോ ഭാഗങ്ങളും വേണ്ടത്ര സമയം കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടിപ്പ്. പിന്നെ വേറൊന്ന്, ചില കുട്ടികൾ അങ്ങനെ പഠിച്ചിരിക്കുന്നുണ്ടാവും, എന്നിട്ട് നമ്മൾ അതൊന്ന് ഓർമ്മിച്ചെടുക്കാൻ നോക്കുമ്പോൾ തല കിട്ടുന്നില്ല, ആദ്യം കിട്ടുന്നില്ല, അവസാനം കിട്ടുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു സൂത്രം എന്ന് പറയുന്നത്, കാര്യം എന്താണെങ്കിലും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് കാണാപ്പാഠം പഠിക്കുന്നതിലല്ല കാര്യം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യം കിട്ടിയില്ലേലും ഒടുക്കം കിട്ടിയില്ലേലും നമുക്ക് എന്തും നമ്മളുടേതായ മനസ്സിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ പഠനത്തിനും കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോൾ ഒരു യൂണിറ്റ് വിശദമായി പഠിക്കുന്ന സമയത്ത് അത് നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിയിൽ പോയിന്റുകൾ എഴുതി വെക്കുക. കംപ്ലീറ്റ് അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് രണ്ടാമതൊന്ന് ആവർത്തി വായിക്കുന്ന സമയത്ത്, ഒരു റിപ്പീറ്റ് നടത്തുന്ന സമയത്ത് ആ യൂണിറ്റ് കംപ്ലീറ്റ് വായിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ എഴുതി വെച്ച പോയിന്റുകൾ വായിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാകും. പെട്ടെന്ന് ആവർത്തിച്ച് പഠിക്കുന്നതിന് കഴിയുകയും ചെയ്യും. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, വേണ്ടത്ര വിശ്രമം നൽകുക. അതായത് ഒരു 2 മണിക്കൂറൊക്കെ തുടർച്ചയായി പഠിക്കാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. അതങ്ങനെ അഥവാ 2 മണിക്കൂർ ഇരുന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് ഒരു പാഴ്ശ്രമമായിട്ട് മാറും. അതുകൊണ്ട് ഓരോ ഇടവേളയിൽ 40, 45 അല്ലെങ്കിൽ 50 മിനിറ്റ് വരെ പഠിക്കുക. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് ഫ്രഷായി അങ്ങനെ ഒരു ഉഷാറിൽ അടുത്ത പഠനത്തിലേക്ക് ഇരിക്കുക. തുടർച്ചയായിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്ന് പഠിക്കാതിരിക്കുക. അടുത്തൊന്ന് പറയാനുള്ളത്, പഠിക്കുന്ന സമയത്ത് അവിടെ മറ്റു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ, ടിവിയോ അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ മറ്റ് ആളുകളുടെ സൗണ്ട്, അങ്ങനെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു കോൺസെൻട്രേഷൻ നല്ലപോലെ കിട്ടുന്ന സ്ഥലത്തിരുന്ന് പഠിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ടിപ്പ്. അടുത്തൊന്ന് പറയുന്നത്, നമ്മൾ ആവർത്തിക്കുക, റിവിഷൻ നടത്തുക. ഇപ്പോൾ ഇന്ന് ക്ലാസ്സിൽ നിന്ന് പഠിച്ചൊരു കാര്യം ഇന്ന് തന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ആ മെമ്മറി പവറിന് കുറച്ച് ശക്തി കൂടും. പിന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നുകൂടെ ആവർത്തിക്കുക, ഒരു മാസത്തിലൊന്ന്, അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പഠിച്ച കാര്യം എക്സാമിൻ്റെ തലേന്ന് ദിവസം ആദ്യമൊന്നും എടുത്ത് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് മനസ്സിലുണ്ടാവും, ഓർമ്മിക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ആദ്യം അന്ന് തന്നെ പഠിക്കുക, പിന്നെ ആഴ്ചയിലൊരിക്കൽ റിപ്പീറ്റ് ചെയ്യുക, മാസത്തിലൊരിക്കൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഈ രീതി തുടരുക. ഓക്കെ. അതുപോലെ തന്നെ പഠനത്തിന് ഏറ്റവും കാര്യമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഒരുപാട് കഴിക്കുക എന്നുള്ളതല്ല, ആവശ്യമായിട്ടുള്ള ഭക്ഷണം ആവശ്യമായ രീതിയിൽ
ഏതെങ്കിലും ഒരു ഭക്ഷണം ഒന്നിച്ച് ഒരുപാട് വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതിന് അർത്ഥമില്ല. എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ക്ഷീണമില്ലാതിരിക്കാൻ, വെള്ളം നന്നായി കുടിക്കുക. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആത്മവിശ്വാസം. പഠിക്കാനിരിക്കുന്നതോടുകൂടി എനിക്കിത് പഠിക്കാൻ കഴിയില്ല എന്നൊറ്റ ചിന്തയല്ല, എനിക്കിതിന് കഴിയും എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് പഠിക്കാനിരിക്കുക. നമുക്ക് നല്ല വിജയത്തിലേക്ക് എത്താൻ കഴിയും. ഓക്കെ.